അമേരിക്കയിലെ കോടീശ്വരനും കുറ്റവാളിയുമായ ജെഫ്രി എപ്സ്റ്റീൻ, ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരൻ എന്നിവർക്കെതിരെ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച വിർജീനിയ ജിഫ്രി ജീവനൊടുക്കി. ഓസ്ട്രേലിയയിലെ താമസ സ്ഥലത്താണ് വിർജീനിയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുഎസിൽ ജനിച്ച വിർജീനിയ ഭർത്താവ് റോബർട്ടിനും മക്കൾക്കുമൊപ്പം ഓസ്ട്രേലിയയിലായിരുന്നു താമസം. അടുത്തിടെ ദമ്പതികൾ വിവാഹബന്ധം വേർപിരിഞ്ഞതായി റിപ്പോർട്ടുണ്ടായിരുന്നു. 3 ആഴ്ച മുമ്പ് ഒരു കാർ അപകടത്തിൽ പരിക്കേറ്റതായി വിർജീനിയ ഇൻസ്റ്റാഗ്രാമിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് വിർജീനിയ ജീവനൊടുക്കിയെന്ന വാർത്തയും വരുന്നത്. ലോകത്തെ ഞെട്ടിച്ച ജെഫ്രി എപ്സ്റ്റീന്റെ ലൈംഗിക കുറ്റകൃത്യങ്ങളിലെ പരാതിക്കാരിയാണ് വിർജീനിയ ജിഫ്രി. 17-ാം വയസ്സിൽ എപ്സ്റ്റീനും ഇയാളുടെ പെൺസുഹൃത്തായ മാക്സ്വെല്ലും ചേർന്ന് തട്ടിക്കൊണ്ടുപോയെന്നും വർഷങ്ങളോളം ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നും വിർജീനിയ വെളിപ്പെടുത്തിയിരുന്നു. ബ്രിട്ടനിലെ ആൻഡ്രൂ രാജകുമാരന് തന്നെ കൈമാറിയത് എപ്സ്റ്റീനാണെന്നും ആൻഡ്രൂ രാജകുമാരനും തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചെന്നും ഇവർ ആരോപണം ഉന്നയിച്ചിരുന്നു. യുവതിയുടെ ലൈംഗിക ആരോപണം ആൻഡ്രൂ രാജകുമാരൻ നിഷേധിച്ചു. 2022-ൽ വിർജീനിയയുമായി രാജകുമാരൻ കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പിലെത്തി. എപ്സ്റ്റീനുമായുള്ള ബന്ധത്തിൽ പശ്ചാത്തപിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ക്ഷമാപണം നടത്തുകയോ വിർജീനിയയുടെ ആരോപണങ്ങൾ അംഗീകരിക്കുകയോ ചെയ്തില്ല. എപ്സ്റ്റീനെതിരെ പരാതി നൽകാൻ മുന്നിട്ടിറങ്ങിയ വിർജീനിയ ഇയാൾക്കെതിരായ നിയമപോരാട്ടവുമായി മുന്നോട്ടു പോയി. വിർജീനിയ ദുരനുഭവം വെളിപ്പെടുത്തിയതോടെ എപ്സ്റ്റീന്റെ ക്രൂരതയ്ക്കിരയായ കൂടുതൽ ഇരകൾ പരാതിയുമായി എത്തി. അതിജീവിതമാർക്ക് എന്നും വഴികാട്ടിയായിരുന്നു വിർജീനിയ. എപ്സ്റ്റീനെതിരായ വെളിപ്പെടുത്തലിനു പിന്നാലെ വിർജീനിയ മീറ്റു പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രചാരകയായി. നിരവധി പെൺകുട്ടികളെ കടത്തിക്കൊണ്ടുപോവുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്ത എപ്സ്റ്റീൻ 2006-ൽ അറസ്റ്റിലായി. 2008-ൽ എപ്സ്റ്റീനെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി. വിചാരണ കാത്ത് കഴിയുന്നതിനിടെ 2019 ഓഗസ്റ്റിൽ ഇയാൾ ജീവനൊടുക്കി. കേസിൽ ഉൾപ്പെട്ട എപ്സ്റ്റീന്റെ പെൺസുഹൃത്തായ മാക്സ്വെല്ലിന് 20 വർഷം കോടതി തടവിന് ശിക്ഷിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.